മക്കളെ, നമ്മുടെ കേരളത്തിൽ MBBS BDS ഇതിലേക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ട് അത് ഗവൺമെൻറ് കോളേജ് ആയിക്കോട്ടെ, സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയിക്കോട്ടെ, ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ സ്റ്റാർട്ടായി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നോക്കാം. നിങ്ങൾക്ക് കുറേ ആളുകൾക്കുള്ള സംശയങ്ങൾ, ഫീസ് എത്രയായിരിക്കും, പിന്നെ ഏതൊക്കെ കോളേജുകളാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്, ഇതിൽ നമുക്ക് ഏത് സമയത്താണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, എന്നിവരെയൊക്കെ ഡേറ്റ്, അഡ്മിഷൻ എന്നാണ് എടുക്കേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പം മക്കൾ ആദ്യമായിട്ടാണ് JPSന്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോളൂ. നമുക്ക് ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. ഇനി അതായത് നിങ്ങൾക്ക് ആദ്യം തന്നെ രജിസ്ട്രേഷൻ ചെയ്ത് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണോ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത് അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 15-ാം തീയതി മുതൽ 20-ാം തീയതി വരെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. 20-ാം തീയതി നിങ്ങൾ സമയം കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള സമയം. അതായത് 15-ാം തീയതി ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് 20-ാം തീയതി വരെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 21-ാം തീയതി ആവുമ്പോൾ 21-ാം തീയതി നിങ്ങൾക്കൊരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ആവും. അപ്പോൾ 21-ാം തീയതി മനസ്സിലാവും നമുക്ക് ഏത് കോളേജ് കിട്ടും എന്താണെന്നൊക്കെ. 21-ാം തീയതി പ്രൊവിഷണലാണ്, വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാറില്ല. 22-ാം തീയതി ആവുമ്പോഴേക്ക് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ് ആവും. എന്നാണ് 22-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ടാവും. പിന്നീട് നിങ്ങൾ ഇനി ജോയിൻ ചെയ്യേണ്ട ഡേറ്റുകൾ 23-ാം തീയതി മുതൽ നിങ്ങൾക്ക് 28-ാം തീയതി വരെ, 23 മുതൽ 28-ാം തീയതി വരേക്കാണ് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ മക്കൾക്ക് കിട്ടിയേക്കുന്നത് ആ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട സമയമാണ് 23-ാം തീയതി മുതൽ 28-ാം തീയതി വരെ. അതായത് ഓഗസ്റ്റ് 23-നും 28-നും ഇടയിൽ. 28-ന് സമയം പറയുന്നുണ്ട്, 28-ന് 4 മണിക്കുള്ളിൽ നിങ്ങൾ 4 മണിക്കുള്ളിൽ നിങ്ങൾ അഡ്മിഷൻ പ്ലേസ് ചെയ്യണം. 5 മണിയാകുമ്പോൾ കോളേജിന് ഡീറ്റെയിൽ ഒക്കെ ആക്കിയിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് 4 മണിക്ക് ശേഷം നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പുറത്താവും. പിന്നീട് ഓൾ ഇന്ത്യ പോലെയല്ല, ഓൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഓരോ തവണയും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. ഓരോ തവണയും പുതിയ ഓപ്ഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടാത്ത ഡിലീറ്റ് ചെയ്യാം. പക്ഷേ കേരളയിൽ അങ്ങനെയല്ല. കേരളനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു തവണ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റൂല. അതായത് മക്കൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം നിങ്ങൾക്ക് ഈ കോളേജിൽ MBBS പഠിക്കണം എന്നാണെങ്കിൽ അതായിരിക്കണം ഏറ്റവും ഫസ്റ്റ്. അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ വീട് കോഴിക്കോടാണ്, അല്ലെങ്കിൽ കോഴിക്കോടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും ആഗ്രഹം കോഴിക്കോടാണ്. അപ്പം ഞാൻ എപ്പോഴും ഫസ്റ്റ് കോഴിക്കോട് തന്നെ പ്ലേസ് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ ട്രിവാൻഡ്രംകാരാണ്, ചിലപ്പോൾ ട്രിവാൻഡ്രം ഫസ്റ്റ് കൊടുക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമുക്ക് ഏറ്റവും വേണ്ടത് ഏതാണോ അതായിരിക്കും നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഒരു എക്സാമ്പിൾ, എൻ്റെ റാങ്ക് പ്രകാരം എനിക്ക് കോഴിക്കോട് കിട്ടില്ല. എനിക്ക് കിട്ടുന്ന ചിലപ്പോൾ ആലപ്പുഴയിൽ അല്ലെങ്കിൽ തൃശ്ശൂരായിരിക്കും കിട്ടുന്നത്. പക്ഷെ എന്നാൽ പോലും ഞാൻ എൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് ഞാൻ ഫസ്റ്റ് പ്ലേസ് ചെയ്യുന്നത് കാലിക്കറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രിവാൻഡ്രം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ, കോട്ടയം എൻ്റെ ചോയ്സാണ്, ദെൻ ആലപ്പുഴ. ഇങ്ങനെയായിരിക്കും ഞാൻ കൊടുക്കേണ്ടാവുക. അതായത് എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടേക്ക് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണെങ്കിൽ താഴത്തെ ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ആയി പോകും. നമ്മളിപ്പോൾ 10 എണ്ണം കൊടുത്തു. 10 എണ്ണം കൊടുത്തതിൽ ഞാൻ 5-മത്തതാണ് ആലപ്പുഴ കൊടുത്തത്. എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ആലപ്പുഴ കിട്ടി. അപ്പോൾ ആലപ്പുഴയുടെ താഴെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ആവും. പിന്നെ എനിക്ക് പരിഗണിക്കുന്നത് പിന്നെയുള്ള 5 എണ്ണമായിരിക്കും. അപ്പം നിർബന്ധമായിട്ടും എൻ്റെ മക്കൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിലൊരു രീതിയിലും തെറ്റ് വരുത്തരുത്. നിങ്ങൾ ഏറ്റവും ടോപ്പ് കോളേജുകൾ തന്നെ ആദ്യം കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഓൾറെഡി അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജ് ആയിരിക്കണം നമ്മുടെ ഓപ്ഷൻസിൽ ആദ്യം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും പറയാം, നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് 20-ാം തീയതി വരെയാണ് സമയമുള്ളത്. 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒരൊറ്റ ഓപ്ഷൻ പോലും അഡീഷണലി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആദ്യം എന്താണോ ചെയ്തത് അത് മാത്രം, പുതിയതായിട്ട് ഒരൊറ്റ ഓപ്ഷൻ പോലും നിങ്ങൾക്ക് പിന്നീട് ആഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോഴും പുതിയ കോളേജുകളോ അല്ലെങ്കിൽ അഡീഷണൽ സീറ്റോ അനുവദിച്ചാൽ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ്, തേർഡ് അലോട്ട്മെൻറ്റും കഴിഞ്ഞ് പിന്നീട് എപ്പോഴാണോ നമുക്ക് സ്പോട്ട് വിളിക്കുന്നത്, അത് സ്ട്രേ വേക്കൻസി, അതിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ മക്കൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഡെൻ്റലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം MBBS പ്ലേസ് ചെയ്തോളൂ. MBBS നിങ്ങൾ ആദ്യം തന്നെ ഗവൺമെൻറ് കൊടുത്തു, ദെൻ സെൽഫ് നിങ്ങൾ കൊടുത്തു, സെൽഫിൽ നിങ്ങൾ MBBS കൊടുത്തു. എന്നിട്ട് അതിന് ശേഷം മക്കൾ BDS കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടത് ഗവൺമെൻറ് BDS ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജിലായിരിക്കും ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾ അത്രയും ഫീസ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവൂ. ഓപ്ഷൻ രജിസ്ട്രേഷൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ.
അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ഓപ്ഷൻസിൻ്റെ രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റും ഫസ്റ്റ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റും ഒക്കെ. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. നമുക്ക് ടോട്ടലി എത്ര ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്കാണ് ഈ അലോട്ട്മെൻറ്റ് വിളിച്ചേക്കുന്നത്? ടോട്ടലി വന്നിട്ട് 14 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, 14 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്കും 20 സെൽഫ് ഫൈനാൻസിങ് മെഡിക്കൽ കോളേജിലേക്കും, ഇനി 6 ഗവൺമെൻറ് ഡെന്റൽ കോളേജിലേക്കും 17 സെൽഫ് ഫിനാൻസിങ് ഡെന്റൽ കോളേജിലേക്കും കൂടെയുള്ള അലോട്ട്മെന്റ് ആണ്, ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചില ആളുകൾക്ക് സംശയമുണ്ട്, വെറ്റിനറി എപ്പോഴാണ് വരിക, ഇനി അതുപോലെ തന്നെ നമുക്ക് ആയുർവേദത്തിന് എപ്പോഴാണ് കൊടുക്കുക, ഹോമിയോക്ക് എപ്പോഴാണ് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംശയമുള്ള ആളുകളുണ്ട്. എനിക്ക് പറയാനുള്ളത് അതായിട്ടില്ല. ഇപ്പോഴ് MBBS BDS ഇതിലേക്കുള്ള അലോട്ട്മെന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഇപ്പോഴും നിങ്ങളോട് ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഗവൺമെന്റ് MBBS ആയിക്കോട്ടെ, ഗവൺമെന്റ് MBBS എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു MBBS ആയിക്കോട്ടെ BDS ആയിക്കോട്ടെ, ഇതിൽ ഗവൺമെന്റ് MBBS ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ ഇവിടെയുള്ള 85% സീറ്റാണ് നമുക്ക് അതത് സ്റ്റേറ്റിന് അലോ ചെയ്തേക്കുന്നത്. ബാക്കിയുള്ള 15% സീറ്റ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കോട്ടയിൽ. നിങ്ങളിപ്പോൾ എല്ലാവരും ഓപ്ഷൻസ് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഓൾ ഇന്ത്യ കോട്ടയിലൂടെ നമ്മൾ ആദ്യത്തെ അലോട്ട്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കളെ, ആ ഓൾ ഇന്ത്യ കോട്ടയിലാണ് 15% സീറ്റ്. ബാക്കി 85% സീറ്റും അതത് സ്റ്റേറ്റ് ആണ് ഫില്ല് ചെയ്യുന്നത്. അത് ഗവൺമെന്റ് MBBS ആയിക്കോട്ടെ, ഗവൺമെന്റ് BDS ആയിക്കോട്ടെ, ഇതിലൊക്കെ ഇതേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള നമ്മൾ ആ പറഞ്ഞേക്കുന്ന 85% സീറ്റുകളിലേക്കുള്ള അഡ്മിഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞ കേരള അലോട്ട്മെന്റിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണേ. ഇനി നമുക്ക് ബാക്കി നിങ്ങൾക്ക് ഓരോ കാറ്റഗറിയിൽ എങ്ങനെയൊക്കെയാണ് റിസർവേഷൻ എന്നുള്ള ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം 50% സീറ്റുകൾ പ്യൂർലി സ്റ്റേറ്റ് മെറിറ്റ് ആണ്. അതാണ് SM എന്ന് പറഞ്ഞ് കാണുന്നത്. ഇന്നലെ ഒരു കുട്ടി വിളിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഈ ഇതിൽ ഇങ്ങനെ കാണുമ്പോൾ പഴയ റാങ്ക് ലിസ്റ്റിൽ SM, MU, പിന്നെ അതുപോലെ തന്നെ EZ ഇങ്ങനെയൊക്കെ കാണുന്നത് എന്താണ്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ SM മീൻസ് സ്റ്റേറ്റ് മെറിറ്റ് ആണ്. ഓക്കെ. MU പറഞ്ഞാൽ മുസ്ലിം കാറ്റഗറിയാണ്, EZ പറഞ്ഞാൽ ഈഴവയാണ്, ഓക്കെ, BH പറഞ്ഞാൽ ബാക്ക്വേർഡ് ഹിന്ദു ആണ്, അങ്ങനെയൊക്കെ. SC പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്, ST പറഞ്ഞാൽ ഷെഡ്യൂൾഡ് ട്രൈബാണ്, KN കുശവൻ, KU കുടുംബി, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാറ്റഗറി നിങ്ങൾ കാണാം. ഓക്കെ. LC പറഞ്ഞാൽ ലാറ്റിൻ കത്തോലിക്ക, പിന്നെ അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ ബോക്സിൽ. അപ്പോൾ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 10% സീറ്റ് EWSന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. 30% സീറ്റുകൾ SC BC അതിൽ വരുന്ന കാറ്റഗറി ഒക്കെ നിങ്ങളുടെ ഈ അലോട്ട്മെന്റ് മെമ്മോയിലുണ്ട്. ദെൻ അത് കൂടാതെ പിന്നെ 10%-ൽ 8% സീറ്റ് SCക്കും 2% STക്കും. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമുക്ക് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ പറ്റി പറയുമ്പോൾ അവിടുത്തെ 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയിലാണ്. SC കാറ്റഗറിയിലെ കുട്ടികൾക്കാണ് അവിടുത്തെ 70% സീറ്റും. 2% സീറ്റ് അവിടുത്തെ ST കാറ്റഗറിയിൽ വരുന്ന മക്കൾക്കും, ബാക്കി വരുന്ന 13% മാത്രമാണ് ജനറൽ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് അലോ ചെയ്തേക്കുന്നത്. ഒന്നും കൂടെ പറഞ്ഞുതരാം, പാലക്കാട് മെഡിക്കൽ കോളേജിൽ ജനറൽ കാറ്റഗറിയിൽ ആകെ വരുന്ന, മറ്റിടത്തിലൊക്കെ നമുക്ക് ടോട്ടലി 50% സീറ്റുകൾ വരുമ്പോൾ ഇവിടെ വന്നിട്ട് ആകെ വരുന്നത് 13% മാത്രമാണ് ജനറൽ കാറ്റഗറിക്ക്. 15% ഓൾറെഡി ഓൾ ഇന്ത്യ കൊണ്ടുപോയി. ബാക്കിയുള്ള 70% സീറ്റ് SC കാറ്റഗറിക്കും 2% ST കാറ്റഗറിക്കും വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചേക്കുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു മെഡിക്കൽ കോളേജും കൂടെ നമ്മുടെ കൊല്ലത്തുള്ള മെഡിക്കൽ കോളേജ്, അവിടെ ESI റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക്, ഓക്കെ, അവർക്ക് വേണ്ടിയിട്ട് 35% സീറ്റ്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ESICയുടെ റിസർവേഷൻ ഉള്ള കുട്ടികൾക്കാണ് 35% സീറ്റ്. 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയിലാണ്. ബാക്കി വരുന്ന 50% സീറ്റ് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ 50%-ലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി മക്കളെ, അടുത്തെന്നാണ് ഈ NRI കോട്ടയിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. സെക്കൻഡ് റൗണ്ട് മുതലായിരിക്കും അവരുടെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനി ബാക്കി കാര്യങ്ങൾ, നമ്മുടെ ഫീസുമായിട്ട് ബന്ധപ്പെട്ട് പല കുട്ടികളുടെയും അടുത്തൊരു കൺഫ്യൂഷനാണ്, എത്ര ഫീസ് വേണം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്രയാണ് ഫീസ്, അത് MBBSന് എത്രയാണ്, BDSന് എത്രയാണ്? ഇതിനുള്ള ഏറ്റവും കറക്റ്റായിട്ട് ഞാൻ അതിനുള്ള ഉത്തരം തരാം മക്കൾക്ക്. ഈ വർഷത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBSന് 23,150 രൂപയാണ് ഫീസ് വരുന്നത്. അത് കൂടാതെ നിങ്ങൾക്ക് ഹോസ്റ്റല്, മെസ്സ്, അങ്ങനെയൊക്കെയായിട്ട് അഡീഷണൽ ഒരു ഫീസ് വരും. ഓക്കെ. എല്ലാം കൂടെ ആയിട്ട് നമുക്ക് മെസ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 30,000-33,000 രൂപയുടെ ഇടയിലായിരിക്കും നിങ്ങളുടെ ടോട്ടൽ ഫീസ് വരുന്നത്. അപ്പോൾ 23,150 രൂപ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBSന് കൊടുക്കുമ്പോൾ ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ BDSന് എത്രയാണെന്ന് മക്കൾ ആലോചിക്കുന്നില്ലേ?
ആ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിൽ വരുന്ന 20,840 രൂപയാണ് നമുക്ക് ഫീസായിട്ട് അടക്കേണ്ടി വരുന്നത്. അപ്പോൾ 14 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉണ്ട്, 6 ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ഈ MBBSന് നമ്മൾ അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഏതൊക്കെയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞു തരട്ടെ മക്കൾക്ക്. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റാണ്. ഏഷ്യയിൽ തന്നെ നമ്പർ 1 മെഡിക്കൽ കോളേജാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റ്. അപ്പോൾ ഒന്നാമത്തെ റാങ്ക് അവിടെ പോയേ. സെക്കൻഡ് ഏതാ? ട്രിവാൻഡ്രാണ്. സെക്കൻഡ് ട്രിവാൻഡ്രം കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ ഒരു ചോയ്സ് ആണ്, തൃശ്ശൂർ വേണോ കോട്ടയം വേണോ. പല കുട്ടികളും അക്കാഡമിക്കലി ഏറ്റവും അടിപൊളിയായിരിക്കും ചിലപ്പോൾ കോട്ടയം. തൃശ്ശൂർ ആണെങ്കിൽ എല്ലാ കൾച്ചറൽസും എല്ലാ ആക്ടിവിറ്റീസും അടിപൊളിയാണ്, ഒപ്പം അക്കാഡമിക്സും ബെസ്റ്റാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ തൃശ്ശൂർ മുന്നുള്ള വർഷങ്ങളിൽ ടോപ്പ് റാങ്ക് വന്ന കുട്ടികൾ ഒരു ആദ്യത്തെ കേരള ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ തൃശ്ശൂർ ഓപ്റ്റ് ചെയ്ത വർഷങ്ങളുണ്ട്. അപ്പം നമുക്ക് ആദ്യം പറയുകയാണെങ്കിൽ കോഴിക്കോട്, പിന്നെ ട്രിവാൻഡ്രം, പിന്നെ തൃശ്ശൂർ, പിന്നെ കോട്ടയം, അത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു സംശയമില്ല ആലപ്പുഴ. അപ്പോൾ ഈ 5 കോളേജുകൾ അടിപൊളി കോളേജുകൾ. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷനായിട്ട് പലപ്പോഴും കുട്ടികൾ മുന്നേയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത്, കണ്ണൂർ. ഇപ്പോഴും അതിനേക്കാൾ ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. പല ആളുകളും ചിലപ്പോൾ 6th ഓപ്ഷനായിട്ട് മഞ്ചേരി ചൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെയും കൂടെ സൗകര്യമാണ്, വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളും കൂടെ ഓൾമോസ്റ്റ് ഇത് 3 ഒരു സിമിലർ ലെവലിൽ തന്നെ വരുന്നതാണ്. മഞ്ചേരി, പിന്നെ അത് കഴിഞ്ഞാൽ കണ്ണൂർ കഴിഞ്ഞാൽ എറണാകുളം. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കൊല്ലം മെഡിക്കൽ കോളേജ്. കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള കോളേജുകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം മഞ്ചേരിയായി, കണ്ണൂരായി, എറണാകുളമായി, കൊല്ലമായി. ഓക്കെ, അപ്പോൾ 9 മെഡിക്കൽ കോളേജായി. ഇനി നമുക്ക് വന്നിട്ട് 5 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൂടെയുള്ളൂ. ഓക്കെ, അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അടുത്തത് ഇടുക്കി, കോന്നി, പാലക്കാട്. ദെൻ അത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഫോം ചെയ്തേക്കുന്ന കഴിഞ്ഞ വർഷം വന്നേക്കുന്ന 2 കോളേജുകളാണ് കാസർഗോഡ്, വയനാട്. ഓക്കെ, ഇതാണ് നമുക്ക് ടോട്ടലി ഉള്ള 14 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ. അപ്പോൾ ഡെൻ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഏത് ചൂസ് ചെയ്ത് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഡെൻ്റലിലേക്ക് പോകുമ്പോൾ മക്കൾക്ക് ഏറ്റവും ഫസ്റ്റ് എല്ലാവരുടെയും ചോയ്സ് കാലിക്കറ്റ് തന്നെ, കാലിക്കറ്റ് ഡെൻ്റൽ കോളേജ്. അത് കഴിഞ്ഞാൽ അടുത്ത ഏതാണെന്നല്ലേ? അടുത്ത ട്രിവാൻഡ്രം ഡെൻ്റൽ കോളേജ്. അത് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ കോട്ടയം കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴ. ഏറ്റവും അവസാനം നമ്മുടെ കണ്ണൂർ പരിയാരം ഡെൻ്റൽ കോളേജ്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡെൻ്റലിന് ചോയ്സ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് പോവാം. നമുക്ക് പല കുട്ടികളുടെ ഇനി അടുത്തൊരു സംശയമാണ്, സെൽഫിൻ്റെ ഫീസ് എത്രയാണ്? ഓരോ കോളേജുകൾക്ക് അനുസരിച്ച് ഇത് വേരി ചെയ്യുന്നുണ്ട്. മക്കളൊന്ന് നോക്കിയാൽ മതി. ഇവിടെ നിങ്ങൾക്ക് കാണാം KMCTയിൽ വന്നിട്ട് 8,47,690. അതേ സമയത്ത് പുഷ്പഗിരിയിൽ പോകുമ്പോൾ 8,56. ഇപ്പോൾ കോളേജുകൾക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഞാൻ ഏറ്റവും കുറഞ്ഞതും ഏറ്റവും കൂടിയതുമായിട്ടുള്ള ഫീസ് മക്കൾക്ക് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ നോക്കിക്കോ, ഇവിടെ വന്നിട്ട് ഏറ്റവും കുറഞ്ഞ ഫീസ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് 8,10,175. ഇത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ശ്രീ ഗോകുലത്തിലാണ്. ഗോകുലം ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടെ ഗോകുലം മെഡിക്കൽ കോളേജിൽ വന്നിട്ട് 8,10,175 രൂപയാണ് ഫീസ് ഓരോ വർഷവും. സെൽഫ് ഫൈനാൻസിങ് കോളേജിലെ ഫീസ് വരുന്നത് ഓരോ വർഷത്തതാണ്, മൊത്തത്തിലല്ല, ഓരോ വർഷത്തിലത്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ സെൽഫിൽ ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ 28-ാം തീയതിയല്ലേ ലാസ്റ്റ്, നമ്മൾ 28-ലെ അഡ്മിഷൻ എടുക്കാൻ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞ് ആ ദിവസം ആവുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ആ പൈസ നിങ്ങളുടെ ബാങ്കിൽ ഉണ്ടാവണം. നിങ്ങൾ എന്നാണോ അഡ്മിഷൻ എടുക്കാൻ 23-നാണ് പോകുന്നതെങ്കിൽ 23, 24-ആണ് പോകുന്നതെങ്കിൽ അന്ന് നിങ്ങളുടെ ബാങ്കിൽ ഈ എമൗണ്ട് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അതിൻ്റെ മേലെ ചിലപ്പോൾ DDയോ കാര്യങ്ങളോ എടുത്തിട്ടായിരിക്കും നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ദിവസം ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ആ പൈസ ഉണ്ടാവണം. അതില്ലാന്നാണെങ്കിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മക്കളെ നമ്മൾ ആ അലോട്ട്മെൻറ്റിൽ നിന്നേ നമ്മൾ പുറത്താവും. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ, തേർഡിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ആ കൊടുക്കാനുള്ള പൈസ ഉണ്ടോ? ആ പൈസ ഇല്ലയെന്നാണെങ്കിൽ നമ്മൾ വെറുതെ സെൽഫ് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഇനി ഇതേപോലെ തന്നെ BDS സെൽഫിൽ വന്നിട്ട് 3,47,487 വരുന്നുണ്ട്. അങ്ങനെയാണ് ആ എമൗണ്ട് ഉള്ള കുട്ടി മാത്രമേ അവിടെ സെൽഫ് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഫീസ് അടയ്ക്കാനില്ലെങ്കിൽ നമ്മൾ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്നേ നമ്മൾ പുറത്താവും. ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ആ പൈസ നമ്മളെ കയ്യിലപ്പോഴും ഉണ്ടാവണം. എന്നിട്ട് നമുക്ക് അവിടെ വേണേൽ ടെമ്പററി ആയിട്ട് ചേർന്നിട്ട് പെർമനൻറ്റിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് എവിടെയാണോ നിങ്ങൾക്ക് കിട്ടി അവിടെ പോയിട്ട് നിങ്ങൾ ഫീസ് അടച്ചിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫീസ് 8,10,175. കൂടുതൽ കോളേജുകളിലും 8,56,840 ഇനി ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങിക്കുന്നത് DM വിംസ് ആണ് നമ്മുടെ വയനാട്ടിലുള്ളത്. 9,31,118 രൂപയാണ് അവിടെ ഫീസായിട്ട് വരുന്നത്. ഇത് കൂടാതെ
നിങ്ങൾക്ക് ഹോസ്റ്റല്, മെസ്സ്, പിന്നെ അതുപോലെ അഡീഷണൽ ആയിട്ടുള്ള അവിടുത്തെ 1 ഇയറിലേക്കുള്ള വേറെ കുറേ കിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു എമൗണ്ട് തന്നെ അടയ്ക്കേണ്ടി വരും കേട്ടോ. ഈ എമൗണ്ട് മാത്രം ചിന്തിച്ചാൽ പോരാ, ഇതിന് മുകളിൽ അഡീഷണൽ ആയിട്ട് കോളേജ് വാങ്ങിക്കുന്ന എമൗണ്ടുകളും കൂടെ നിങ്ങൾ കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ ഈ 9.31 എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ വീണ്ടും ഒരു 1.5 ലക്ഷം രൂപയുടെ അടുത്തുകളെല്ലാം കൂടെ കാണേണ്ടി വരും 1 ഇയറിലേക്ക്. അപ്പോൾ അത്രയും വലിയ എമൗണ്ടിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഇനി അടുത്തത് NRI കോട്ടയിൽ നോക്കുമ്പോൾ നിങ്ങൾ കാണാം 21,65,720 മുതൽ 22,74,006 രൂപ വരേക്കാണ് NRI കോട്ടയിൽ ഫീസ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇതൊന്നും ഫിക്സ്ഡ് അല്ല, ഇതിന് മുകളിൽ ഫീ കൂടിക്കഴിഞ്ഞാൽ അത് അടയ്ക്കേണ്ടി വരും. ആ ഒരു നോംസും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾ ആലോചിക്കേണ്ടത്, ഈ ഒരു ഫീസിൻ്റെ കൂടെ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി അങ്ങനെ ഒരു കാര്യം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴും അഡീഷണൽ ഫീസ് എന്താണോ വരുന്നത് അത് നമ്മൾ അടയ്ക്കേണ്ടി വരും. NRI കോട്ട ഡെന്റൽ കോളേജുകളിലാണെങ്കിൽ 6,30,000 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത്. 6,30,000 NRI കോട്ടയിൽ. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് കുട്ടികളുടെ ഒരു ചോദ്യമാണ്, നമ്മുടെ എന്താ പറയുക, SC കാറ്റഗറി, ST കാറ്റഗറി, OECയിൽ തന്നെ ഫീസ് ഇളവുള്ള കാറ്റഗറി, ഇവർക്കൊക്കെ ഫീസ് വേണമെന്ന്. വേണ്ട കേട്ടോ. അതായത് SC കാറ്റഗറി, ST കാറ്റഗറിയിലെ കുട്ടികൾക്ക് അവർക്ക് കോളേജുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ആണെങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണെങ്കിലും ആ കോളേജുകളിൽ അവർക്ക് ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റും. ചില കോളേജുകളിൽ SCക്ക് റിസർവേഷൻ ഇല്ലാത്ത കോളേജുകളുണ്ട്. അങ്ങനെയുള്ള കോളേജുകളിൽ കിട്ടൂല. പക്ഷെ മറിച്ച് ബാക്കി എല്ലാ കോളേജുകളിലും ഇങ്ങനെയുള്ള കാറ്റഗറി റിസർവേഷനുള്ള ആളുകൾക്ക് ഫീസ് ഇല്ലാതെ പഠിക്കും. അതുപോലെ തന്നെ OEC കാറ്റഗറിയിലെ കുട്ടികൾക്ക് ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റും. ഇവിടെ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് അലോട്ട്മെൻറ്റുമായിട്ട് സംസാരിക്കാനുള്ളത്. എനിക്ക് മക്കളോട് വീണ്ടും പറയാനുള്ളത്, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മക്കളെ, ഇതുപോലെ തന്നെ ഇനി അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. മക്കൾക്ക് അതിൽ ജോയിൻ ആവാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചോദിക്കാം. ഇനി അത് കൂടാതെ നിങ്ങൾക്ക് ഒരു നമ്പറും കൂടെ താഴെ തരുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. കേരളത്തിൽ ടോപ്പ് മെഡിക്കൽ കോളേജുകളുടെ ലിസ്റ്റ്, അതായത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, ഡെന്റൽ കോളേജുകളായിക്കോട്ടെ, അത് ഗവൺമെൻറ്റോ സെൽഫോ, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കാൻ എന്തെങ്കിലും ഗൈഡൻസ് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് കുട്ടികളൊക്കെ പറഞ്ഞിരുന്നു, ഇങ്ങനെ പല സ്ഥലത്തുനിന്നും കോള് വരുന്നുണ്ട്, നമ്മൾ വഴി ചെയ്ത് കഴിഞ്ഞാൽ 25,000 രൂപ മാത്രമാണ് ഫീസ്, നിങ്ങൾക്ക് ഒരിക്കലും സീറ്റ് നഷ്ടപ്പെട്ടു പോകില്ല, ഞങ്ങൾക്ക് അതിന് വേണ്ട ഹോൾഡുകളുണ്ട്. അങ്ങനെയൊന്നും ആർക്കും ഹോൾഡ് ഇല്ല കേട്ടോ. ഇത് സിയുടെ വെബ്സൈറ്റ് വഴിയല്ല നടക്കുന്നത്. ഓക്കെ, അപ്പം എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴിയാണ് എല്ലാം നടക്കുന്നത്. ഇതിൽ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുമൊന്നുമില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് വെറുതെ 25,000 രൂപ കൊണ്ടുപോയി കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ. അടുത്തുള്ള ഒരു അക്ഷയ സെൻറ്ററിൽ പോയിട്ട് കറക്റ്റായിട്ട് ചെയ്താൽ മതി. അവരോട് മുന്നേ ചെയ്ത് പരിചയമുണ്ടോ എന്ന് വേണേൽ ചോദിക്കുക. ഒപ്പം നമ്മൾ തരുന്ന ഗൈഡൻസും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ മക്കളെ, നല്ല കുട്ടികളായിട്ട് അടിപൊളിയായിട്ട് ഓപ്ഷനൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നല്ല കോളേജിൽ അഡ്മിഷൻ ആവട്ടെ. ഓക്കെ, താങ്ക് യു.